ആദ്യം അദ്ദേഹം പറഞ്ഞു ഇതൊരു റെസ്പോൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങൾ പാർട്ടി ഞാൻ ഒരു 4 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു. ഞങ്ങളുടെ അഭിപ്രായം ഈ സ്റ്റാലിൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന്റെ മുമ്പ് പറയുന്നു. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു സർക്കാർ പരിപാടിയല്ല, ദേവസ്വം പരിപാടിയാണെന്ന്. ഞങ്ങൾ ഈ പരിപാടിന്റെ എതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യപ്പ സംഗമം ദേവസ്വം അത് നടത്തുകയാണെങ്കിൽ നടക്കട്ടെ. 10 കൊല്ലം ഈ ദേവസ്വം ഭക്തന്മാർക്ക് ശബരിമലയിൽ ഒരു അടിസ്ഥാന സൗകര്യം ചെയ്യാത്തൊരു ദേവസ്വം, ഭക്തന്മാർക്ക് ഒരു സർവീസോ ഒരു ഗുണവും ചെയ്യാത്തൊരു ദേവസ്വം ഇന്ന് ഇലക്ഷന് മുമ്പ് 4 മാസം മുമ്പ് ഒരു അയ്യപ്പൻ സംഘം നടപ്പിലാക്കണമെങ്കിൽ ചെയ്യട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ആ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാര് വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല, കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു. അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാൻ ആണോ? അപ്പൊ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ പ്രസ് കോൺഫറൻസ് നടത്തേണ്ടത്? ഇത് രാഷ്ട്രീയം ഇതിലുണ്ട്. ഇത് സർക്കാർ പരിപാടിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല. മുഖ്യമന്ത്രി ഇതിനെ വേറെ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ മനഃപൂർവ്വം ജനങ്ങളെ വെഡ്ഡിയാക്കാൻ നോക്കരുത്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ആരാധനയുടെ ഭാഗമാണെന്ന്. ഞാന് എല്ലാ ബഹുമാനത്തോടും പറയുന്നത്, മുഖ്യമന്ത്രി ഒരു ദേവവിശ്വാസിയല്ല. മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അതിൽ 99% വിശ്വാസികളാണ്. അപ്പോ ഞാൻ 18 തവണ ശബരിമല പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഒരു നാസ്തികനായ ഒരു CPM മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത്? ഇത് ആരാധന ഭാഗമാണെങ്കിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും DMKയിലും വിളിക്കരുത്. ഭക്തന്മാര് ഞങ്ങളാണ്. ഞങ്ങൾ പറയുമ്പോ അതിനെക്കുറിച്ച് കേൾക്കുക, ഞങ്ങളുടെ സെൻസിറ്റിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു വിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രിയാണോ ഈ പ്രോഗ്രാം നടത്തേണ്ടത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.